എല്ലാവർക്കും സ്റ്റീൽ ദ ഫ്ലേവറിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഗുലാബ് ജാമുൻ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ മൈദാ മാവും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ റവ 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതൊരു 5 മിനിറ്റ് ഒന്ന് വെച്ചിട്ട് അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. റവ ചേർക്കുമ്പോൾ റവയിൽ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞിട്ട് റവ മാത്രം ചേർത്താൽ മതി. ഇത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. ചേർത്ത് കൊടുത്തെല്ലാം പാൽപ്പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ മിക്സ് ചെയ്യണം. ഇതിനകത്തോട്ട് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ പാല് കുറേശ്ശെയായിട്ട് തളിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന കണക്ക് കുഴയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പം കയ്യിൽ ഒട്ടുന്ന പാകത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് നല്ലപോലെ ഇത് ബോളായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റൂ. പാല് കുറവാന്ന് തോന്നിയാൽ കുറച്ചുകൂടി പാല് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പം ഇത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൽ നിന്ന് ഓരോ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുക്കുമ്പോൾ ആദ്യം കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ പ്രസ് ചെയ്യണം. എന്നിട്ട് ചെറിയ പ്രഷർ കൊടുത്തൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. പുറത്ത് ക്രാക്സ് ഇല്ലാത്ത രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. എനിക്ക് ഈ അളവിന് ഒരു 14 എണ്ണം കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെച്ചിട്ട് പഞ്ചസാര പാനി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇതിനകത്തോട്ട് 2 ഏലക്ക ചേർത്ത് കൊടുക്കാം. നല്ലപോലെ തിളച്ച് പഞ്ചസാരയെല്ലാം അലിഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ടിയാവാൻ തുടങ്ങുമ്പോൾ 2 തുള്ളി നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ പഞ്ചസാര പാനി തണുത്ത് കഴിഞ്ഞാൽ പോലും കട്ടിയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒരു നൂൽ പരുവം ആവേണ്ട കാര്യമില്ല. ചെറുതായിട്ടൊന്ന് കട്ടിയായി വരുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ജാമുൻസ് വറുത്തെടുക്കാം. മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ചേർത്തിട്ട് അന്നേരം തന്നെ ഒന്നീ പാനൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു തവി വെച്ചിട്ട് ഇതിനെ പൊട്ടിക്കാത്ത രീതിയിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താലും മതി. എല്ലാ സൈഡും ഒരുപോലെ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിത് ഫ്രൈ ചെയ്ത് മാറ്റാം. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ എടുക്കും ഇതൊന്ന് റെഡിയായി വരാനായിട്ട്. ഇപ്പം തന്നെ ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇനി നമ്മുടെ പഞ്ചസാര പാനി ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കണം. നല്ലപോലെ തിളച്ചിട്ട് ഇതിനകത്തോട്ട് നമുക്ക് ജാമുൻസ് ഇട്ടിട്ട് അപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതൊരു 2 മണിക്കൂർ ഇതിനകത്ത് തന്നെ കിടക്കട്ടെ. ഇപ്പോൾ ഇത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഷുവറായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്റ്റീൽ ദ ഫ്ലേവർ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്